അങ്ങനെയാണല്ലേ ഈ മഹാഭൂരിപക്ഷം ആളുകൾക്ക് ഇതിനകത്ത് കൊട്ടിഘോഷിക്കുന്ന ഈ 12 ലക്ഷത്തിൻ്റെ കഥയിലൊന്നും വരുന്നവരല്ല. എന്നാൽ ഈ 12 ലക്ഷത്തിൻ്റെ കഥ എന്താ? 12 ലക്ഷത്തിൻ്റെ കഥയിൽ ടാക്സ് റേറ്റിൻ്റെ ആ ലിസ്റ്റൊന്നും നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇൻകം ടാക്സ് സ്ലാബുകളിൽ അതിൻ്റെ റേറ്റുകളിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ 12,10,000 രൂപ കിട്ടുന്ന ആൾക്ക് പഴയ റേറ്റ് തന്നെയാണ്. അതിനകത്ത് താഴത്തെ ലെവൽ 3 ലക്ഷത്തിൽ 4 ലക്ഷം ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഈ ശരിക്കും ഈ 12 ലക്ഷം വരെ ശമ്പളമുള്ള അത് താഴെയുള്ള കുറച്ച് ആളുകൾക്ക് ബെനിഫിറ്റ് വരുമെങ്കിലും ഈ പറഞ്ഞ തരത്തിലേക്ക് ഒരു ബെനിഫിറ്റ് വരത്തില്ല. അതായത് ഇതിനകത്തൊരു ഇൻകം ടാക്സിൻ്റെ അത് റിബേറ്റ് മാത്രമാണ് കൊടുത്തേക്കുന്നത്. സ്ലാബ് അതുപോലെ നിലനിർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നതാണ്. കേന്ദ്ര ബജറ്റിൻ്റെ അവലോകനത്തിൻ്റെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞ കാര്യമാണ് പ്രേക്ഷകർ കേട്ടത്. ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. പതിവ് പോലെ സംസ്ഥാനത്തിന് ഒന്നുമില്ല. ഈ വരാനിരിക്കുന്ന മാസങ്ങളിൽ, അതായത് ഈ വർഷം അവസാനത്തോടെ ബീഹാറിൽ വ്യക്തമായ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഏറ്റവും നിർണായകമായ ഒരു സംസ്ഥാന ഇലക്ഷൻ വരുന്നതുകൊണ്ട് ബീഹാറിന് ഇത്തവണ വാരിക്കോരിയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ തവണയും പ്രതീക്ഷിക്കുന്ന പോലെ സംസ്ഥാനത്തിന് അധികം കിട്ടിയിട്ടില്ല. പക്ഷേ ഏറ്റവും ചർച്ചയായ പ്രഖ്യാപനം ഇൻകം ടാക്സിനെ കുറിച്ചായിരുന്നു. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക്, ആനുവൽ വരുമാനമുള്ളവർക്ക് ഇനി മുതൽ ടാക്സ് അടയ്ക്കേണ്ട എന്ന രീതിയിലാണ് സംസ്ഥാനത്തിന് പുറത്തും രാജ്യമാകെയും ഇപ്പോൾ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ മന്ത്രി KN ബാലഗോപാൽ സംസാരിക്കുന്നത്. 12 ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് പരിപൂർണമായി ഒഴിവാക്കിയെന്ന് പറയുന്നത് ശരിയല്ലെന്നും സ്ലാബുകൾ പഴയ പോലെ തന്നെ ഉണ്ടെന്നും സ്ലാബുകളിനകത്ത് ചില ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ച കാര്യം റിബേറ്റുകൾ പ്രകാരമാണ്. ഇൻകം ടാക്സ് നിയമത്തിലെ സെക്ഷൻ 87A റിബേറ്റുകൾ പ്രകാരമാണ് ഇപ്പോൾ ടാക്സിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് പറയുന്ന പോലെ, അല്ലെങ്കിൽ സംസ്ഥാനത്ത് BJP-ക്കാർ പ്രചരിപ്പിക്കുന്ന പോലെ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് പരിപൂർണമായും ടാക്സ് ഒഴിവാക്കി എന്നുള്ളത് ശരിയായ കാര്യമല്ലെന്നും ബാലഗോപാൽ പറയുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട നിയമപ്രകാരം 0 ഇൻകം ടാക്സ് ടിൽ 12 lakh ഇൻകം അണ്ടർ ന്യൂ ടാക്സ് റെജീം എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. പേഴ്സണൽ ഇൻകം ടാക്സ് റിഫോംസ് വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ സ്പെഷ്യലായിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ അവർ പറയുന്നുണ്ട് സ്ലാബുകളെ കുറിച്ച്. 0 മുതൽ 4 ലക്ഷം രൂപ വരെ ടാക്സുകളില്ല. 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മുകളിൽ 30%മാണ് അവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സ്ലാബ്സും റേറ്റ്സും ചേഞ്ച് ചെയ്തു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2024 കൊണ്ടുവന്ന ബജറ്റിനേക്കാൾ സ്ലാബ്സും റേറ്റ്സും ചേഞ്ച് ആയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തവുമാണ്. 2024 സ്ലാബുകൾ നോക്കുമ്പോഴത്തേക്കും 3 ലക്ഷം വരെയായിരുന്നു നേരത്തെ ടാക്സ് ഇല്ലായിരുന്നു. അത് 4 ലക്ഷമായിട്ട് 2025 മാറ്റിയിട്ടുണ്ട്. 3 മുതൽ 7 ലക്ഷം വരെ 5%, അത് 2025 4 മുതൽ 8ആണ്. 7 മുതൽ 10 ആയിരുന്നു 2024 10% ടാക്സ് ഉണ്ടായിരുന്നു. അത് 8 മുതൽ 12 മാറ്റിയിട്ടുണ്ട്. 10 മുതൽ 12 വരെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 15, അത് 12 മുതൽ 16 മാറ്റി. 12 മുതൽ 15 ആയിരുന്നു 20% ടാക്സ് ഉണ്ടായിരുന്നു 2024 ടാക്സ് റെജീം പ്രകാരം. അത് 16 മുതൽ 20 പിന്നെ 15 ലക്ഷത്തിന് മുകളിലായിരുന്നു 30% ടാക്സ് ഉണ്ടായിരുന്നു. അത് 20 മുതൽ 24 ലക്ഷത്തിന് മുകളിലോട്ട് മാറ്റിയിട്ടുണ്ട്. 20 മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മുകളിലേക്ക് 30% എന്ന രീതിയിലാണ് ഇപ്പോൾ ടാക്സ് സ്ലാബ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ 12 ലക്ഷം വരെ ഉള്ളവർക്ക് 0% ടാക്സ് ആണ് എന്ന കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അത് സെക്ഷൻ 87A പ്രകാരമുള്ള ടാക്സ് റിബേറ്റ് അനുസരിച്ചാണ്. അതിനെക്കുറിച്ചുള്ള വാർത്ത പരിശോധിക്കുമ്പോഴത്തേക്കും വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ടാക്സ് വിദഗ്ധനായ പ്രൊഫസർ അനിൽ സൂദുമായി സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള അവർ എക്സ്പ്ലനേഷൻ ആയിരിക്കും പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്. സെക്ഷൻ 87A ഓരോ വരുമാന നികുതി സ്ലാബിനും ബാധകമായ നികുതി ബാധ്യതയിൽ ഇളവ് ക്ലെയിം ചെയ്യാൻ വ്യക്തികളെ അനുവദിക്കുന്നുണ്ട്. ITR ഫയൽ ചെയ്യുന്ന കാര്യം. 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനമുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ ഇളവ് ലഭ്യമാണ്. നേരത്തെ ഇത് 7 ലക്ഷം രൂപയായിരുന്നു. അതിനാൽ ഞങ്ങൾ സ്ലാബ് നിരക്കുകളെ അടിസ്ഥാനമാക്കി നികുതി ബാധ്യത കണക്കാക്കുകയും വ്യവസ്ഥകളിൽ വ്യക്തമാക്കിയ ഇളവ് ബാധകമാക്കുകയും ചെയ്തു.
ഇതിപ്പോൾ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ നികുതി ഇല്ലാതാക്കുന്നു എന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിബേറ്റുകളാണ്, സെക്ഷൻ 87A പ്രകാരമുള്ള റിബേറ്റുകളാണ് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അത് പറയുമ്പോഴത്തേക്കും ആ കണക്കൂടെ വ്യക്തമായിട്ടുണ്ട്. 8 ലക്ഷം രൂപ വരെ നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് 30,000 ആയിരുന്നു, അത് 20,000 മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല സ്ലാബിനകത്ത് 10,000 രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായത്. മാത്രമല്ല റിബേറ്റ് അനുസരിച്ച് 20,000 രൂപ വരികയും ചെയ്യും. അങ്ങനെ പറയുമ്പോഴത്തേക്കും നില്ല് 0 ആയിരിക്കും. എന്നുവെച്ചാൽ റിബേറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ റിബേറ്റ് ITR ഫയൽ ചെയ്യുന്നതനുസരിച്ച് മാത്രമേ ആ തുക തിരിച്ച് കിട്ടത്തുള്ളൂ. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മാത്രമല്ല ഒരുപാട് ആളുകളെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന് എടുത്തു തന്നെ പറയാം. മാത്രമല്ല 9 ലക്ഷം രൂപ വരെ 40,000 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, അത് 30,000 കുറച്ചിട്ടുണ്ട്. മാത്രമല്ല 30,000 റിബേറ്റ് ബെനിഫിറ്റ് കൂടി കിട്ടുന്നത്. അങ്ങനെ റിബേറ്റുകൾ പ്രകാരമാണ് ഈ 12 ലക്ഷം രൂപ വരെ 0 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്ന കാര്യം 12 ലക്ഷം രൂപ വരെ ആക്കി എന്നുള്ളത് റിബേറ്റ് പ്രകാരമാണ്. നേരത്തെ അത് 7 ലക്ഷമായിരുന്നു, അത് ഇപ്പോൾ മാറി 12 ലക്ഷമായിരിക്കുകയാണ്. അങ്ങനെ റിബേറ്റുകളുടെ പരിധി മാറ്റിയിട്ടേ ഉള്ളൂ, അല്ലാതെ സ്ലാബുകൾ ഒന്നും ഇതുവരെ മാറ്റിയിട്ടില്ല. സ്ലാബുകളെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. ആ സ്ലാബുകളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ BJPക്ക് വേണ്ടി ഇപ്പോൾ പ്രചാരണം നടത്തുന്നവർ പലരും പറയുന്നത് 12 ലക്ഷം രൂപ വരെ ഒരൊറ്റ ടാക്സ് അടയ്ക്കേണ്ട, സ്ലാബ് പോലും മാറ്റിയെന്നാണ് പറയുന്നത്. പക്ഷേ സ്ലാബുകൾ മാറ്റിയിട്ടില്ല, സ്ലാബുകൾ അതുപോലെ തന്നെ ഉണ്ട്. റിബേറ്റ് പ്രകാരമാണ് ഇപ്പോൾ ഈ 12 ലക്ഷം രൂപ വരെ 0% ടാക്സ് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുതന്നെയാണ് മന്ത്രി KN ബാലഗോപാലും മറ്റ് വിദഗ്ധന്മാരും വ്യക്തമാക്കിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്.